പീറ്റർ മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് പീറ്ററിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പൊരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കാൺസ്റ്റബിളിനെ ഏർപ്പാട് ചെയ്യും. യെസ് സർ. കല്യാണത്തിലെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ? ആ കാക്കയോട് കച്ചേരി ഏറ്റില്ലേ വന്നിരിക്കുന്നത്? അത് നമുക്ക് തകർക്കാം സർ. ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. അമ്മ ഇവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഈ കാര്യം അശ്വതിയോട് മാത്രം പറയാനുള്ളതാണ്. വളച്ചുകെട്ടൊന്നും കൂടാതെ പറയാം. പീറ്ററുമായിട്ടുള്ള പഴയ ബന്ധം അശ്വതിന് മറന്നു കളയുന്നതാണ് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് പീറ്ററിനെ പിടിക്കും. പിടിച്ചാൽ കഴിവുറത്തിലേറ്റുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി പ്രാക്ടിക്കലായി ചിന്തിക്കും. നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. മനസ്സിലായില്ല. ഞാനൊരു ബാച്ചിലറാണ്. പീറ്ററേക്കാൾ പണവും പദവിയും എനിക്കുണ്ട്. ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങുകയും വേണ്ട. എഴുന്നേൽക്കണം. എണീക്കാൻ. പ്ലീസ് ഗെറ്റ് ഔട്ട്. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാ? ഇതെന്റെ വീടാണ്. ജെയിംസ് അച്ഛന്റെ കയ്യിൽ നിന്ന് നീ 10,000 രൂപ വാങ്ങിയില്ലേ? നീയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടത്. ഞാൻ രൂപ വാങ്ങിയില്ല. രൂപ വാങ്ങിയില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? സംഗതി ശരിയാ. പക്ഷെ പോലീസ് ആ മുറി സീൽ വെച്ചിരിക്കുന്നത്. ആ എക്കാശിബിളാണ് എന്റെ ഈ മോളെ അടിച്ച് ചളുക്കൊന്നും പറയാൻ നടക്കുന്നത്. സീല് മുൻവശത്തെ വാതിലല്ലേ വെച്ചിരിക്കുന്നത്. നമുക്ക് പുറകുവശത്തെ വാതിൽ തുറക്കാവൂ. ഞാനില്ല. ആ പല പ്രാവശ്യവും ആ വാതിൽ തുറന്നിട്ടില്ലേ? അത് പാൽപ്പൊടി എടുക്കാനല്ലേ? അതുപോലാണോ ഇത്? ആ കാശ് എടുത്ത് തന്നാൽ തനിക്ക് 100 രൂപ തരാം. എന്തു പറയുന്നു? ഇങ്ങനെ പറഞ്ഞ വിഷമിച്ചു പോവുള്ളൂ. പിടി. വാ. അച്ഛനെവിടെയാണ് രൂപ വെച്ചിരിക്കുന്നത്? അലുമാരിക്കാത്ത. അയ്യോ, അത് കുത്തി പൊളിക്കല്ലേ. പിന്നെ തുറക്കാൻ താക്കോലിരിക്കുന്നു. താക്കോലേ അച്ഛന്റെ തലയണയ്ക്ക് താഴെ കാണും. വാ. ഇതാ താക്കോല്. എന്താ ഉണ്ണി? ഞാൻ നമ്മുടെ മരിച്ചുപോയ അച്ഛനെ കണ്ടു. മരിച്ചുപോയ അച്ഛനെയോ? തനിക്ക് ഭ്രാന്തുണ്ടോ? അയ്യോ, എനിക്കൊരു ഭ്രാന്തില്ല. ഞാൻ അച്ഛന്റെ പ്രയത്തെ കണ്ടു. എവിടെ വെച്ച്? അച്ഛന്റെ മുറിയിൽ. അശ്വതിക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച പണമെടുക്കാനായി കപ്പിയാരെ കൊണ്ട് ഞാൻ അച്ഛന്റെ മുറിയുടെ പുറകത്തെ വാതിൽ തുറപ്പിച്ചു. ഞങ്ങളകത്ത് കയറി. അപ്പോ കട്ടിൽ അച്ഛൻ കിടക്കുന്നു. ഉണ്ണി മദ്യപിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ 2 വെക്ക് ഭ്രാന്തിയെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ ബോധത്തിൽ യാതൊരു കുഴപ്പവുമില്ല. ഉണ്ട് ഉണ്ണി. ജെയിംസ് അച്ഛൻ നല്ലവനായിരുന്നു. നല്ല മനുഷ്യൻ ഒരിക്കലും പ്രേതാവില്ല. തമ്പി കിടന്നുറങ്ങൂ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഈ ഭ്രാന്ത് മാറും. പോയിക്കോളൂ. പോയിക്കോളൂ. പുറകുവശത്തെ വാതിൽ ആരാണ് കുത്തി തുറന്ന് തനിക്കറിയില്ലേ? അറിയില്ലേ? എനിക്ക് അറിയില്ലേ മാന്നെ. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ലേ. താൻ ആ വാതിൽ പോയി നിൽക്ക്. സാർ, ഇത് അച്ഛന്റെ അൽമാരിയിൽ ഇരുന്നാണ്. 10,000 രൂപയുണ്ട്. ഈ കലണ്ടറിന്റെ ഷീറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഔട്ട് ഹൗസിലല്ലേ? എന്താ കുറിപ്പ്? അത് തന്നെയല്ലേ ഷീറ്റ്? അതെ സർ. അപ്പോ ഈ മുറിയിൽ നിന്നായിരിക്കും പണം പൊതിഞ്ഞു കൊണ്ടുപോയിട്ടുള്ളത്. കറക്റ്റ് സർ. ഇത് ചാക്കോച്ചന്റെ പണമാണോ എന്ന് നാം കണ്ടുപിടിക്കണം. താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നത്? ഭ്രാന്തല്ല മുതലാളി, സത്യമാണ്. ഞാൻ കണ്ണൊന്ന് അടച്ചതേ ഉള്ളൂ. തോമാ എന്നൊരു വിളി. കണ്ണ് തുറന്ന് നോക്കിയപ്പം അച്ഛന്റെ പ്രേതം തൊട്ട് മുമ്പിൽ ഇരിക്കുന്നു. എടാ തോമ,
ചത്തുപോയ ഒരാളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അയാൾ കൺമുൻപിൽ വരുന്നതായിട്ട് തന്നെ തോന്നും. അയ്യോ പൊന്നു മുതലാളി, ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛനെന്താ നിങ്ങളുടെ അടുക്കൽ മാത്രം വരുന്നത്? കാച്ചിക്കളയാനായിരിക്കും. എടാ വിട്ടി, ഇതൊക്കെ നിന്റെ പേടിയാ. പ്രേതമെന്നൊന്നും ഈ ലോകത്തില്ല. അച്ഛന്റെ പ്രേതം അയ്യോ, എവിടെ എവിടെ എവിടെ? ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടെയോ? ആ കാക്കളെ, അയ്യോ, ഈ മുറിയെ പ്രയത്നം കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു പ്രേതമില്ല, ചാക്കോച്ചന് തോന്നിയതാ. അല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ഉണ്ണിയും തോമയും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു. എന്നിട്ട് എങ്ങോട്ട് പോയി? അറിയില്ല. എന്താ കുറിപ്പേ ഇവിടെ നിലവിളി കേട്ടത്? ചാക്കോച്ചനാ നിലവിളിച്ചത്. കാരണം? അച്ഛന്റെ പ്രേതം ഇവിടെ വന്നു. നോൺസെൻസ് എന്നാര് പറഞ്ഞു? അല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ചാക്കോച്ച, അത് പ്രേതമായിരിക്കില്ല. അച്ഛന്റെ വേഷം കെട്ടി ആരോ നമ്മളെ കബളിപ്പിക്കുകയാണ്, കേസന്വേഷണം കുഴപ്പിക്കാൻ. എന്തോ എനിക്ക് വിശ്വാസമില്ല. കുറിപ്പേ, ഇനി ആ പ്രേതം ഇവിടെ വന്നാൽ താൻ വെടിവെച്ച് വീഴ്ത്തണം. അപ്പൊ പ്രേതം ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ തന്നെ വെടിവെക്കണം സാർ. എന്താ, തനിക്ക് ഭയമാണോ? ഭയം സാർ, കണ്ണ് കണ്ടാൽ വെടിവെക്കാം. ആ ചാക്കോച്ചൻ സമാധാനമായി കിടന്നുറങ്ങണം. ഗുണായി. അമ്മേ, അമ്മേ, എന്ത്? അശ്വതി സ്റ്റേഷൻ വരെ വരാൻ DSP അദ്ദേഹം പറഞ്ഞു. എന്തിനാ? പീറ്റർ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അശ്വതിയെ ചോദ്യം ചെയ്യാനാണ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞത്. ഞാൻ വരാം. മോളെ, അമ്മ പരിഭ്രമിക്കണ്ട. പീറ്റർ നിരപരാധിയാണ്. അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ പോയിട്ട് വരാം അമ്മേ. ഇതാണ് പോലീസ് സ്റ്റേഷൻ. അതെ, ഇത് പോലീസിന്റെ ഒരു സ്പെഷ്യൽ ക്യാമ്പാണ്. പീറ്ററിനെ ചോദ്യം ചെയ്യാൻ ഇവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. DSP അദ്ദേഹം അകത്തുണ്ട്. വരണം. സാർ, അശ്വതി. ഗുഡ് മോർണിംഗ്. നിങ്ങളോ? യെസ്, ഞാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ. അതുകൊണ്ട് എന്റെ അനുചരന്മാരെ പോലീസ് വേഷം കെട്ടിക്കേണ്ടി വരും. നിങ്ങൾ ഇത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല. മര്യാദയ്ക്ക് വാതിൽ തുറന്ന് എന്നെ പുറത്തേക്ക് വിടുന്നതാണ് നല്ലത്. ആ, ഇതെന്തൊരു വർത്തമാനമാ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പോണമെന്ന് പറഞ്ഞാൽ അശ്വതി, നിന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടോ? പൂ പോലെ മൃദുലമായിരിക്കുമെന്നല്ലേ ഞാൻ കരുതിയത്? എന്നെ തൊട്ടു പോരുത്. പിന്നെ നിന്നെ കാണാനാണ് ഇവിടെ കൊണ്ടുവന്നത്. നോക്ക്, ഒരു കൊലപാതകയായ പീറ്ററെക്കാളും എന്തുകൊണ്ട് നിന്നെ കനിവെച്ചല്ലേ ഞാൻ? ആ എരപ്പാളയോട് പോയി ചാകാൻ പറ. നിനക്ക് ഞാനുണ്ടടി.
മേലിൽ ആരും ഒന്ന് വിളിച്ചാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. പീറ്ററിനെ അറസ്റ്റ് ചെയ്തെന്നും DSP ചോദ്യം ചെയ്യാൻ വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ശരി വാ. അശ്വതി ഒന്ന് തിരിഞ്ഞു നിന്ന്. എന്ത് ചെയ്യാൻ പോന്നു? ഈ ഹെഡ് കോൺസ്റ്റബിളിനെ ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യാൻ പോകും. ഇവന്റെ വേഷം എനിക്ക് ആവശ്യമുണ്ട്. തിരിഞ്ഞു നിന്നോ, തിരിഞ്ഞു നിന്നോ. ഇതെന്തൊരു മനുഷ്യനാ? അനങ്ങിപ്പോയി. ഞാനിവിടെ വന്നത് സാറിനെ കൊല്ലാനല്ല, ചില കാര്യങ്ങൾ പറയാനാണ്. അത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചില്ലെങ്കിൽ ഈ തോക്ക് ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായി സാറ് മനസ്സിലാക്കേണ്ടത് ഞാൻ നിരപരാധിയാണെന്നാണ്. കൊലക്കുറ്റം ചെയ്തവരെല്ലാം അവസാന നിമിഷം വരെയും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സാർ, ഞാൻ കൊലപാതകയാണെങ്കിൽ ഇനിയും ഒരു കൊല കൂടി ചെയ്യുന്നത് എനിക്ക് നിസ്സാരമാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അങ്ങയെ വെടിവെച്ചെന്ന് വരും. പക്ഷേ ഞാനത് ചെയ്യില്ല. അങ്ങ് ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങ് വിചാരിച്ചാലേ സാധിക്കും. കാരണം അങ്ങയ്ക്ക് അധികാരമുണ്ട്, DYSP എന്ന അധികാരം. പീറ്റർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അധികാരം കാണിക്കാനല്ല ഞാൻ DSP ആയിരിക്കുന്നത്, കുറ്റം ചെയ്തവരെ പിടികൂടാനാണ്. ആട്ടെ, നിരപരാധിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഞാനോ? അതെ, അതുകൊണ്ടാണല്ലോ ഈ വേഷത്തിൽ ഇതിനകത്ത് കടന്ന് എന്റെ തോക്കെടുത്ത് എന്റെ നേർക്ക് തന്നെ ചൂണ്ടിയിരിക്കുന്നത്. സാർ, എന്റെ നിഘണ്ടുവിൽ ഭയം എന്നൊരു വാക്ക്. എങ്കിൽ ഈ തോക്ക് ഇവിടെ വയ്ക്കൂ. ആ, ഇനി പറയാനുള്ളത് പറയും. ഞാൻ നിരപരാധിയാണെന്ന് എത്ര പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കില്ല. എന്റെ അപ്പന്റെ കണ്ണിൽ പോലും ഞാനാണ് കൊലപാതകം. പക്ഷേ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആരാണത്? ഉണ്ണി. അവനെ പുകപ്പുരയ്ക്കടുത്തൊരു മരത്തിൽ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് മനസ്സിലാവും.